നമുക്ക് ഇതൊരു ഓഫറിൽ കൊടുക്കാം 99,000 കൊടുക്കാം. ഓഫർ ആയിട്ട് 99,000 കൊടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ, സൂപ്പർ വണ്ടി. 75,000 കൊടുക്കാം. 75,000 കൊടുക്കാം. ഇതില് കുറച്ച് ചോദിക്കാൻ പാടില്ല ഫൈനല്. ഇത് ഏത് വർഷത്തെ വണ്ടിയാണ്? 2011 മോഡൽ ഡീസൽ വണ്ടി. 2011 ഡീസൽ ആട്ടോ ബീറ്റ്. ഇപ്പൊ ഇവര് പറഞ്ഞത് ലാസ്റ്റ് 75 ഇവിടെ കോഡിൽ വരികയാണെങ്കിൽ 1.95 നമുക്ക് തന്നെ കൊടുക്കാം. 1.95 കൊടുക്കാം. നമ്മളെ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് എത്തിയിട്ടുള്ളത് കാർട്ടൺ യൂസർ കാർ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. നമ്മൾ എവിടെയാണ് ശരിക്കും ലൊക്കേഷൻ? മലപ്പുറം മഞ്ചേരി റോഡ് പാണായി നേരെ പമ്പിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന നമ്മുടെ കാർട്ടൺ ഗാരേജ് ആണ് കേട്ടോ. ഇനി സംശയമുള്ളവർക്ക് ഇങ്ങോട്ട് വിളിക്കാതാ. ആ നമ്പർ കണ്ടിട്ട് 9745 45 അതേപോലെ 9526 11 18 ആ നമ്പർക്കൊക്കെ വിളിക്കാം. ഈ നമ്പറിലെല്ലാം വിളിക്കാം. ഇതിൽ പറഞ്ഞില്ല, ഇതിൽ എല്ലാത്തിലും മാക്സിമം എല്ലാത്തിലും ലോണും ഓക്കെ, എല്ലാത്തിലും ലോണും കൊടുക്കാം നമുക്ക് അല്ലേ? അത്യാവശ്യം പിന്നെ നല്ല ടീമാണെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ തന്നെ കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ അടുത്ത് ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഏതാ ഉള്ളത്? നമ്മുടെ അടുത്തുള്ള 2007 മോഡല് എക്സിലെ വണ്ടിയാണ്. എൽഎക്സിൽ വരുന്നത് വെറും 78,000 കുഞ്ഞു വണ്ടിയാണ് മക്കളെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് എന്റെ നിലവിൽ. സെക്കൻഡ് ഓണർഷിപ്പില് മേജർ ആക്സിഡന്റ് കാര്യങ്ങളല്ലോ ഉണ്ടോ വണ്ടിക്ക്? സ്റ്റിയറിംഗ് സിസ്റ്റം ഒക്കെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. അത്യാവശ്യം മൈലേജ് ഇല്ലേ വണ്ടിക്ക്? അത്യാവശ്യം മൈലേജ് കിട്ടും. ലേഡീസിനൊക്കെ പറ്റാൻ നല്ല അടിപൊളി വണ്ടി. അടിപൊളി. 78,000 ഒരു അടിപൊളി ചെറിയ വണ്ടി അല്ലേ? ടയറൊക്കെ ഏകദേശം ആവറേജ് ഉണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, നല്ലൊരു വണ്ടി തന്നെയാണ്. ചെറിയ വിലക്ക് നമ്മൾ ഈ പറഞ്ഞ റേറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെ കേട്ടത്. നമുക്ക് ഇതിനെ ലോൺ ഇടാൻ പറ്റുമോ? കിട്ടൂല. ഓക്കെ, അപ്പൊ വെറും 78,000 ഉള്ളൂ. ഫിനാൻഷ്യൽ ഇടേണ്ട ആവശ്യമില്ല. ചെറിയ ബഡ്ജറ്റ് വന്നിട്ട് ഈ വണ്ടി സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് കാണിക്കുന്നത് നാനോ അല്ലെ, ടാറ്റയുടെ 15 മോഡൽ ഓട്ടോമാറ്റിക് അടിപൊളി വണ്ടിയാണ്. 2015. എത്രാമത്തെ ഓണർഷിപ്പാ വണ്ടി? മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ടി. ഓട്ടോമാറ്റിക് അടിപൊളി വണ്ടിയാണ്. ലേഡീസിനൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ ക്ലീപ്പിംഗ് വണ്ടിയാണ്. അടിപൊളി വണ്ടി അല്ലേ? സൂപ്പർ വണ്ടി കേട്ടോ. ലേഡീസിനെ കൊണ്ടെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇതിന്റെ പ്രത്യേകത ഇവിടുത്തെ വാഹനങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്, ക്വാളിറ്റി ഉള്ള വണ്ടികളെ കാണുന്നത്. 60% ടയറും ഉണ്ട് അല്ലേ? ഇന്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ നീറ്റാട്ടോ, അടിപൊളിയാണ്. നല്ല സീറ്റ് കവർ നമ്മളൊന്നും ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ, എന്നാലും കുഴപ്പമില്ല. അത് ഒറിജിനൽ സീറ്റാണ്. അതിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിന് നല്ലൊരു വണ്ടി. ഇത് ലാസ്റ്റ് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത്? 1,00,000 രൂപ കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിന്ന് പറയുന്നത്? ഒന്നിന്റെ അടുത്ത് ഓടിയുണ്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഇപ്പൊ എത്ര രൂപ കിട്ടിയ കൊടുക്കാറ്? 1,50,000 രൂപ കൊടുക്കട്ടെ. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. VXI മാരിന്റെ സെലറി അല്ലേ? സെലറിയോ? ഓട്ടോമാറ്റിക് ആട്ടോ. ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ഇപ്പൊ ഒരുപാട് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനത്തെ 82,000 കിലോമീറ്റർ ഓടി. വെറും 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വണ്ടി കേട്ടോ. സെലറിയോ ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ ഫാമിലി ഒക്കെ കൂടുതൽ അന്വേഷിച്ച് നടക്കുന്ന ഓട്ടോമാറ്റിക് വണ്ടികളാണ്. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള നല്ലൊരു വാഹനമാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. ടയറൊക്കെ അത്യാവശ്യം 80% മേലെ ടയറും ഉണ്ട്. നല്ലൊരു വാഹനം. ഇന്ത്യയിലൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ സീറ്റോറൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പർ വണ്ടി. നമുക്ക് മാരുതിന്റെ ഈ വണ്ടി എത്ര ഓണർഷിപ്പ് അറിയാം? 2 സിംഗിൾ ഓണർഷിപ്പ് ആട്ടെ ഈ വണ്ടി. ഇത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടോ? ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, ഫുൾ കണ്ടീഷൻ ആണ്. പേപ്പറോ? പേപ്പർ 5 കൊല്ലം ബാക്കിയുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. നമുക്ക് എത്ര രൂപ കിട്ടിയ കൊടുക്കത്? നമുക്കൊരു 3,45,000 കൊടുക്കാം. 3,45,000 കൊടുക്കാം. 3,45,000 രൂപ അവര് പറയണത്. ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് പ്രത്യേക ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൊടുത്തൂടെ? കൊടുക്കാം. ഹോണ്ടയുടെ ജാസ് നമ്മൾ കാണിക്കുന്നത് 16-17 മോഡലാണിത്. എത്ര ഓണർഷിപ്പിൽ വരുന്ന വണ്ടി അറിയോ? 3ാമത്തെ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. കിലോമീറ്റർ എത്ര ഓടിന്ന് അറിയാൻ പറ്റും നമുക്ക്? 1ന്റെ അടുത്ത് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പേപ്പറൊക്കെ പക്കയാണ് അല്ലേ? 450 ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി കേട്ടോ. അപ്പൊ നമ്മൾ ഈ എമൗണ്ട് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. 4.5 ലക്ഷം രൂപ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തൊരു വണ്ടി നമ്മൾ കാണിക്കുന്നത് നിസാന്റെ വണ്ടിയില്
നിസാന്റെ മൈക്രോ 2017 മോഡലാണ്. ഈ വണ്ടി കേട്ടോ. റീ വണ്ടി അല്ലേ? അവിടേക്ക് മാറ്റി നമ്മള് KL55 നമ്മളെ നാട്ടില് തിരൂർ വണ്ടിയാണ്. തിരൂർ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി കേട്ടോ. ഇത് ഡീസലാണോ വണ്ടി? ഡീസൽ വണ്ടി കേട്ടോ. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഉള്ള നല്ല സെറ്റ് വണ്ടിയാണിത്. ഇത് 3ാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഒരു വണ്ടിയാണ്. കുഴപ്പമില്ല. സ്റ്റിയറിംഗ് കൺട്രോള്, പവർ വിൻഡോ ഡോറാണ്. ഈ കാര്യങ്ങളൊക്കെ ഡിക്കൊക്കെ അത്യാവശ്യം സൗകര്യമുള്ള ഡിക്കുള്ള വണ്ടിയാണ് കേട്ടത്. മൈക്രോ പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കേട്ടത്. പ്രത്യേകിച്ച് ഡീസൽ വണ്ടിയാണിത്. ഓക്കെ, നമുക്കിത് പേപ്പറും കാര്യങ്ങളൊക്കെ പക്കല്ലേ? പേപ്പറൊക്കെ ക്ലിയർ ആണ്. അപ്പൊ വണ്ടി ലാസ്റ്റ് എത്ര കൊടുക്കാം നമുക്ക്? കുറച്ച് കൊടുക്കാം. 265 വരെ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ്. ബീറ്റ് അല്ലെ? മൈലേജ് എത്ര കിട്ടും എന്റെ അഭിപ്രായത്തില്? ഒരു 20 എന്തായാലും കിട്ടില്ലേ? അതിലേറെ കിട്ടും. 20ന്റെ മേലെ മൈലേജ് പറയുന്ന ഒരു വണ്ടി കേട്ടോ. ഡീസൽ വണ്ടി അത്? ഡീസൽ വണ്ടി കേട്ടോ. 2011 മോഡലാട്ടോ. 2011 മോഡല്. 2011 മോഡലാണ്. 3ാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്കൊന്നും മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ വർക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ചെറിയ വില ചോദിക്കണുള്ളൂ. എത്ര വില ചോദിക്കുന്നത്? 75,000 രൂപ കൊടുക്കാം. ഇതില് കുറച്ച് ചോദിക്കാൻ പാടില്ല. ഫൈനല്. ഇത് ഏത് വർഷത്തെ വണ്ടിയാണ്? 2011 മോഡൽ ഡീസൽ വണ്ടി. 2011 ഡീസലാട്ടോ ബീറ്റ്. ഇപ്പൊ ഇവര് പറഞ്ഞത് ലാസ്റ്റ് 75 ഇതിലൊന്നും കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ്. ഹോണ്ട സിറ്റി 2010 മോഡൽ ഹോണ്ട സിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. ഓട്ടോമാറ്റിക്കാ? ഇത് ഏത് ഡീസലാ വണ്ടി? പെട്രോൾ വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. ഇത് 3ാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഉള്ളൊക്കെ നോക്കിക്കോളൂ, കുഴപ്പമില്ല. അത്യാവശ്യം സൗകര്യമുള്ള വണ്ടിയാണ്. നമുക്ക് ഹോണ്ട സിറ്റി എത്ര രൂപ കൊടുക്കാം ലാസ്റ്റ്? 265 കൊടുക്കാം. ഓക്കെ, ഒരു ലക്സറി വണ്ടി ലുക്ക് ഉണ്ട് അല്ലേ? നല്ലൊരു വണ്ടിയാണ്. ഒരു ശരിക്കും പറഞ്ഞ ഒരു ആൾട്ടന്റെ വില അല്ലേ? അത്രയൊക്കെ ആവുന്നുള്ളൂ. ഒരു വലിയ വണ്ടി. ഹുണ്ടായുടെ ഒരു സാൻഡ്രോ സിംഗ് ആണ് ഈ പരിചയപ്പെടുത്തുന്നത്. ഇത് ഏത് വർഷത്തെ വണ്ടിയാ? ഇത് 2010 മോഡലാണ്. 5 വർഷത്തെ പുതിയ പേപ്പേഴ്സ് ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. പിന്നെ പവർ സ്റ്റിയറിംഗ്, AC നല്ലൊരു വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടിക്ക്. അതുപോലെ AC ഉണ്ട്. ടയർ ഏകദേശം ഒരു 80ന്റെ മേലേക്ക് വരുന്നുണ്ട്. 80% ഓക്കെ. 5 വർഷത്തെ പേപ്പർ പുതിയതാണ് ഇപ്പൊ നിലവിലുള്ളത്. 5 വർഷത്തേക്ക് ഇനി ഒന്നും നോക്കണ്ട. നമുക്കിതൊരു ഓഫറിൽ കൊടുക്കാം. 99,000 രൂപയ്ക്കാണ് കൊടുക്കാം. ഒരു ഓഫർ ആയിട്ട് 99,000 രൂപ കൊടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. സൂപ്പർ വണ്ടി തന്നെയാണ്. ഇത് എത്രാമത്തെ ഓണർഷിപ്പാ? ഇത് 2013 മോഡലാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പില് നല്ലൊരു ആൾട്ടോ കേട്ടോ. LXI വരുന്നല്ലേ? വേരിയന്റ് LXI വരുന്നത്. പിന്നെ മ്യൂസിക് സിസ്റ്റം 65% ടയറും ഉണ്ട്. കുഴപ്പമില്ല, അതിന് വൃത്തിയുള്ള വണ്ടിയാണ്. പേപ്പറൊക്കെ കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഈ വണ്ടിക്ക് ആക്സിഡന്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എത്ര രൂപ കൊടുക്കാം? 1,79 ഈ വണ്ടി സ്വന്തമാക്കാം കേട്ടോ. ചെറിയ വണ്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് ചെറിയ വിലക്ക് 1,79 നമുക്ക് ഈ ആൾട്ടോ ഇവിടുന്ന് കൊണ്ടുപോവാം. ഇനി നമ്മള് ഹുണ്ടായുടെ വേറൊരു വണ്ടി ഇയോൺ 2014 മോഡല് 3rd ഓണർഷിപ്പിൽ വരുന്ന ഒരു നല്ല വൃത്തിയുള്ള ഇറാ പ്ലസ് ആണ് വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഉള്ളിലേക്ക് നോക്കി നോക്കാം. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ. സീറ്റ് കവറൊക്കെ അടിപൊളി സീറ്റ് കവർ തന്നെയാണ്. ഇന്ത്യയിൽ ഒന്നും വലിയ മോശമൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ടയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 60-70% മേലേക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ വണ്ടി നമ്മളിപ്പോ കൊടുക്കാൻ വെച്ച എത്ര രൂപയ്ക്കാണ്? 1,85. വണ്ടിക്ക് ഫുള്ള് അലോയ് വീൽ തന്നെയാണ്. വൃത്തിയുള്ള വണ്ടി തന്നെ കേട്ടോ. ലാസ്റ്റ് പ്രൈസ് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 1,85 നമുക്ക് കൊടുക്കാം. വണ്ടിക്ക് വരുന്നവർക്ക് നമുക്ക് അതിനുള്ള ഓഫർ നമുക്ക് കൊടുക്കാം അല്ലെ? 2009 മോഡലാണ്. 2009 മോഡൽ വണ്ടി.
സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഉള്ളൊക്കെ നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഓ അടിപൊളി കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി തന്നെയാണ്. മീഡിയം ആണ് വണ്ടി വരുന്നത് കേട്ടോ. 4x പവറിന്റെ സെൻട്രൽ ലോക്ക് സിസ്റ്റം അതിനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ടയറിന് പ്രത്യേകത ഉണ്ട്. ടയറിന്റെ പ്രത്യേകത എന്താ? അലവിൽ പോലെ ചെയ്ത പോലെ ഇനി വീൽ കപ്പിന്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാ അല്ലേ കാണാൻ വാങ്ങിയത്. ഓക്കെ, സ്വിഫ്റ്റ് ഡിസയർ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് പെട്രോൾ വേരിയന്റ് അല്ലേ? ഇത് ഡീസൽ ആട്ടോ, വീഡിയോ ആണ് ഡീസൽ വണ്ടിയാണ്. അത് പേപ്പറും ഒക്കെ എങ്ങനെ? 28-29 വരെ പേപ്പർ ഉണ്ട്. പക്ക ക്ലിയർ തന്നെയല്ലേ? അല്ലേ? അപ്പൊ പേപ്പറിന്റെ കാര്യത്തിൽ പേടിക്കണ്ട, 2028 വരെ പേപ്പറും ഉണ്ട്. ലാസ്റ്റ് എത്ര രൂപക്ക് ഇത് കൊടുക്കാം? 199. ഇനിയിപ്പൊ നിങ്ങളെ വീഡിയോ കണ്ടുവരാണെങ്കിൽ ഒരു 1.95 ലാസ്റ്റ് ചെയ്തത് 1.95 കൊടുക്കാം ലാസ്റ്റ് കേട്ടോ. അപ്പൊ അതിലിനി കുറയ്ക്കാൻ പറ്റില്ലേ? തിരൂര് പറഞ്ഞാൽ ഇവിടെ കോഡിൽ വരികയാണെങ്കിൽ 1.95 നമുക്ക് തന്നെ കൊടുക്കാം. 1.95 കൊടുക്കാം. നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നമ്പറിൽ വിളിക്കുക. നമ്മളെ ലൊക്കേഷൻ വരുന്നത് ഇതാ, മഞ്ചേരി, മലപ്പുറം ജില്ല മഞ്ചേരിയില് പാണായിലെ നേരെ പമ്പിന് നേരെ ഓപ്പോസിറ്റ് നമ്മളെ കാർട്ടൻ ഗാരേജിക്ക് നേരെ പോണോളി. മക്കളെ ഇനി നമ്മള് ഈ കോഡ് വെച്ച് വരുന്നവർക്ക് ഇതാ കാണില്ല, ഓഫർ ഇടക്കിടക്ക് ഓരോ ഓഫറാണ്. 2016 മോഡൽ ആൾട്ടോ, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന അടിപൊളിയാണ്. അടിപൊളി വണ്ടി അല്ലേ? ഇവിടെ അടിപൊളി കുറഞ്ഞ ഒന്നും ഇല്ല കേട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കാണുന്നതൊക്കെ. കുഴപ്പമില്ലാത്ത LXI വണ്ടി കേട്ടോ, വൃത്തി ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. നല്ല ഫാൻസി നമ്പർ ഉണ്ട് കേട്ടോ, 5157 ഫാൻസി നമ്പർ ഉള്ള ഒരു ആൾട്ടോ. ചെറിയ ഉപയോഗത്തിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ്. ഇതിന് പേപ്പർ ഒക്കെ ക്ലിയർ തന്നെയല്ലേ? പേപ്പറൊക്കെ ക്ലിയർ ആണ്. 2031 വരെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെയുള്ള വണ്ടിക്ക് മിക്കവാറും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലേ? കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ വരുന്ന കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകല്ലേ? അതിനുള്ള സൗകര്യം ഇവിടെ തരുന്നുണ്ട്, കൊണ്ടുപോവാം. വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം, അത്രയും ഗ്യാരണ്ടി വരെ തരുന്നുണ്ട്. ക്വാളിറ്റി ഉള്ള വണ്ടിനെ കാണുന്നൊക്കെ. എത്ര രൂപ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം? നമുക്ക് 2.25 കൊടുക്കല്ലേ? 2.25 നമുക്ക് കൊടുക്കാം. 2.25 ലാസ്റ്റ് ആണോ? കുറച്ച് കൊടുക്കാം. അപ്പൊ വീഡിയോ കണ്ടുവരുന്ന പറഞ്ഞില്ലേ? ഓരോ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. 2.25 നമുക്ക് കൊടുക്കാം. ഓക്കെ, ഓഫർ ഉണ്ട് കേട്ടോ അവിടെ, ആരും കളയണ്ട. ഇനി നമ്മള് വാഗനർ കാണിക്കുന്നത് ഏത് മോഡലാ? 2011 മോഡല്, മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഗനർ ആണ് കാണിക്കുന്നത്. VXI അല്ലെ? VXI ആണ്. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ഇനിയും ഉപയോഗിക്കാനുള്ള ടയർ വണ്ടിമുണ്ട്. പവർ സ്റ്റാറിംഗ് ആണ് കേട്ടോ, കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ്. മ്യൂസിക് സ്റ്റോക്ക് ഉണ്ട്. ഇനി ഒന്നും നോക്കണ്ട, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഓട്ടിയാൽ മതി അല്ലേ? ഇതിൽ ഇനി ഒന്നും ഫിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഓക്കെയാണ്. നല്ലൊരു വണ്ടിന്റെ. പേപ്പർ എത്ര വർഷത്തേക്ക് ബാക്കിയാണ്? 2026. പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് ലാസ്റ്റ് എത്ര രൂപ കൊടുക്കുന്നത്? 1.99. ചാനൽ കണ്ടു കോഡ് വരുന്നവർക്ക് 1.95 നമുക്ക് കൊടുക്കാലോ. 1.95 നമുക്ക് കൊടുക്കാം. ഉണ്ട് ഓട്ടട്ടെ, മഴക്കാലല്ലേ? 2016-17 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 2016-17 വണ്ടി. അത് നല്ല വണ്ടി, പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഈ നിർത്തിരുന്നവർക്ക് പറ്റിയ വണ്ടി. അത് ഓട്ടം കമ്മിയുള്ളവർക്കൊക്കെ നല്ല വണ്ടി. അത് കുഴപ്പമില്ല, ഉള്ളൊക്കെ കുഴപ്പമില്ല, പക്ക നീറ്റാണ്. ഇത് ഏത് ഡീസലാ പെട്രോൾ വണ്ടി? ഇത് പെട്രോൾ വണ്ടി കേട്ടോ. അപ്പൊ അതിന്റെ പേപ്പറോ? അപ്പൊ പേപ്പർ അത്യാവശ്യം ഉണ്ട്. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. എത്ര രൂപ കൊടുക്കാം? നമുക്കിപ്പോ 2.60 പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, കോഡ് അനുസരിച്ച് നമുക്ക് 2.55 കൊടുക്കാം. 5 രൂപ കുറച്ചല്ലേ? അപ്പൊ 5 രൂപ വീണ്ടും കുറച്ചു. ആവശ്യക്കാര് വേഗം വന്നോളട്ടോ. ഇതൊക്കെ ഇവിടെ 2.55 കൊടുക്കാം. 2.50 കൊടുക്കാം. 2.50 കുറച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ വന്ന് സംസാരിക്കുക. നല്ല വണ്ടികളാണ്, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്ന് ഉറപ്പിക്കുക. പൈസ ഒന്നും കൂടി കുറച്ച് തരും. 13 ടെസ്റ്റർ 85. ഓക്കെ, എന്താ പറയാ, 4 അലോയില് അലോയില് 4 ടയറും അലോയിലാണ്. അടിപൊളി അലോയിലാട്ടോ, അലോയിലാണ് വണ്ടി. പിന്നെ നമ്മൾ ഉൾഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല,
ഇന്ത്യയിലൊക്കെ കുഴപ്പമില്ല, വൃത്തിയുള്ള വണ്ടി കേട്ടത്. വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. അത് ഡീസൽ അല്ലേ? ആ ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി കേട്ടോ. ഏകദേശം എത്ര മൈലേജ് കിട്ടി വണ്ടിക്ക്? നല്ല മൈലേജുള്ള വണ്ടി. നല്ല 24-25 ലെവൽ 24 മതി. 24-22 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 24-22 മൈലേജ് കിട്ടുന്ന വണ്ടി കേട്ടത്. നമുക്ക് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ നിലവിലുള്ളത് 4ാമത്തെ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് നിലവിലുള്ളത്. ഇതിപ്പോ എത്ര രൂപ കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 3.30 ആണ്. 3.30. അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചെടുക്കാം. കൊടുക്കാം. നമുക്ക് 3.25 നമുക്ക് കൊടുക്കാം. 3.25 2013 മോഡലാണ്. പേപ്പറൊക്കെ പക്ക ക്ലിയർ ആണ്. മേജർ ആക്സിഡന്റോ പിന്നെ തട്ടുമുട്ട് കേസൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഡീസൽ വണ്ടി കേട്ടോ. നല്ല അലോയിലുള്ള സൂപ്പർ വണ്ടിയാണ്. ഈ പറഞ്ഞ റേറ്റിൽ നമുക്ക് ഒന്നുകൂടി കുറയ്ക്കാം. വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറച്ചു കേട്ടോ. അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല, നല്ല ടീംസ് ആണ്. വന്ന് സംസാരിച്ച് ഒന്നുകൂടി കുറച്ചു തരും. ഇറ്റിയോസ് ലീവ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടി. അത് ഡീസൽ വണ്ടി അല്ലത്, പെട്രോൾ വണ്ടി കേട്ടോ. ഇറ്റിയോസ് ആണ് കാണിക്കുന്നത്. എത്രാമത്തെ വർഷത്തെ വണ്ടി അത്? 2016-17. പേപ്പറൊക്കെ പക്ക ക്ലിയർ അല്ലേ? മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. സൂപ്പർ വണ്ടി കേട്ടോ. നല്ല വൃത്തി, ഉള്ളൊക്കെ കുഴപ്പമില്ല. നല്ല സീറ്റ് ഓറൊക്കെ തന്നെയാണ്. ടൊയോട്ടന്റെ കമ്പനി സീറ്റ് ഓവർ അല്ലേ? ടയറൊക്കെ നോക്കുകയാണെങ്കിൽ 80ന്റെ മേലേക്ക് ടയറും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടയറുള്ള വണ്ടി തന്നെയാണ്. പേപ്പറൊക്കെ പക്ക ക്ലിയർ അല്ലേ? നമ്മളെ കേരള വണ്ടി അല്ലേ ഇത്? കേരള വണ്ടി തന്നെയാണ്. എത്ര റീ വണ്ടിയാ? ഓക്കെ, റീ വണ്ടി ആയിട്ടത്. റീ വണ്ടി ആകുമ്പോ ഒന്നുകൂടി വില കുറയൂല്ലേ? എത്ര രൂപ കൊടുക്കാം? 3.75 ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. ലാസ്റ്റ് എത്ര രൂപ കൊടുക്കാം നമുക്ക്? കുറച്ച് കൊടുക്കാം. ഓക്കെ, 3.75 ചോദ്യം കേട്ടോ. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് തരും. കിഡ് നമ്മൾ കാണിക്കുന്നത്, അതും നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടത്. 2017 ഓട്ടോമാറ്റിക് കേട്ടത്. 3rd ഓണർഷിപ്പിൽ വരുന്ന ഒരു കുഴപ്പമില്ലാത്ത ഓട്ടോമാറ്റിക് വണ്ടി. ചെറിയ ഫാമിലിക്കൊക്കെ പറ്റാവുന്ന അടിപൊളി വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട്, ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ ഒക്കെ ഉണ്ട് കേട്ടോ. അടിച്ചാപ്പൊളി വണ്ടി അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ, അടിപൊളി വണ്ടിയാണ്. ടയറൊക്കെ അത്യാവശ്യം കേട്ടോ. ഒരു 80-70% ടയറൊക്കെ ഉണ്ട്. ഒരു ചെറുവണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അവിടെ കിട്ടുന്നു. 290 കൊടുക്കാം. ഓക്കെ, അതിലെന്തെങ്കിലും കുറച്ചുകൂടെ SS4. ഇത് 2011 മോഡലാണ്. ഇപ്പൊ നിലവില് ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4ാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയത്? 1 lakh ആണ്. 1 lakh ഓടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഡീസൽ വണ്ടി കേട്ടോ. ഡീസൽ വണ്ടിയാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോറിന്റെ പവറിന്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും. 4 ഡോറും പവർ വിൻഡോ ആണ്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ ഒരു 80% ടയർ പറയാം. 80% ടയറും ഉണ്ട്. അത് വിളിച്ചുണ്ടായി. അത്യാവശ്യം മൈലേജ് ഒക്കെ ഇല്ലേ വണ്ടിക്ക് അല്ലേ? എന്തായാലും 18-19 മൈലേജ് കിട്ടും വണ്ടിക്ക്. നല്ല ടയറുള്ള വണ്ടിയാണ്. നല്ല ടയറുള്ള വണ്ടിയാണ് കേട്ടോ. ഒരു കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഡിക്കിങ് കാര്യങ്ങൾ നമ്മൾ ഡിസൈർ തന്നെയാണ്. ഡിസൈറിന്റെ അത്ര മാർക്കറ്റ് വണ്ടി കൂട്ടില്ല. നല്ല കുഴപ്പമില്ല വണ്ടി. നമ്മുടെ കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഇത് എത്ര രൂപ ലാസ്റ്റ് കൊടുക്കും നമുക്ക്? എത്ര രൂപ കൊടുക്കാം? നമുക്ക് 2.10 കൊടുക്കാം. നമുക്ക് 2.10 കൊടുക്കാം. 2.10 നമ്മുടെ ചോദ്യമല്ലേ? ചോദ്യമാണ്. നിങ്ങൾക്ക് ഒന്ന് വിളിച്ചോളി, നമുക്ക് മട്ടമ്പൽ ചെയ്തോട്ടെ. നിങ്ങളെ കോഡ് പറഞ്ഞു വന്നോട്ടെ, നമുക്ക് എന്തെങ്കിലും വിട്ടിട്ട് കൊടുക്കാം. പുതിയ ഇൻഷൂർ നമുക്ക് എടുത്തു കൊടുക്കാം. ഇൻഷൂർ പുതിയ കൊടുക്കാം. പുതിയ ഇൻഷൂർ നമുക്ക് എടുത്തു കൊടുക്കാം. പേപ്പറൊക്കെ പറഞ്ഞു നമ്മൾ എത്ര വർഷത്തെ പേപ്പറൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, എല്ലാം സെറ്റ് ആയി കൊടുക്കാം. ഇല്ല, കസ്റ്റമർക്ക് നിരാശയായിട്ട് പോകേണ്ട ആവശ്യം വരില്ല. ഇല്ലല്ലോ, ഹാപ്പി ആവും. ഓക്കെ, അടുത്ത നമ്മള് മാരുതിന്റെ സെലറിയോ. ഇത് ഓട്ടോമാറ്റിക് ആണോ? അല്ലല്ല, ഇത് മാനുവൽ ആണ്. എത്രാമത്തെ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത്. അല്ലാണ്ട് ഉപയോഗമൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? ഒരു 50,000. 80,000 അടുത്ത് കിലോമീറ്റർ ഓടിയുള്ള വണ്ടി കേട്ടോ. എത്ര രൂപയ്ക്ക് ലാസ്റ്റ് നമുക്ക് കൊടുക്കാം? നമുക്കൊരു 2.40 കൊടുക്കാം. 2,40,000 രൂപയ്ക്ക്. അല്ല, വണ്ടിക്ക് ലോൺ സൗകര്യം ഉണ്ടോ? വണ്ടിക്ക് ലോൺ സൗകര്യം എടുക്കാം. മാക്സിമം ലോൺ എടുക്കാം. അധികം നമുക്ക് മാക്സിമം ഫുൾ ലോൺ വരുന്ന വണ്ടികളുണ്ട്. അധികം ഫുൾ ലോൺ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ലൊരു ബാങ്കിലെ സിവിലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, പെട്ടെന്ന് ലോൺ പാസ് ആവുകയും ചെയ്യും. 2013 ഷിഫ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത്. ഏതാണ് ഇത്? ഡീസൽ ആണോ പെട്രോൾ ആണോ? VDI. ഓക്കെ, ഡീസൽ വണ്ടി കേട്ടോ. നല്ല സീറ്റുകാരൊക്കെ നല്ല വണ്ടിയാണ്. ഉള്ളൊക്കെ ക്ലീൻ ആട്ടോ, പക്ക ക്ലീൻ ആണ്.
കൊണ്ടുപോകുന്നവർക്ക് ഇനി ഒരു പണിയില്ല. ഒരു പണിയില്ല. കൊണ്ടുപോകാൻ ഓടാൻ നിർത്തുക. ടയറും അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ? ടയറും അത്യാവശ്യം നല്ല ക്ലിയർ വണ്ടിട്ട് അഞ്ഞ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ഓട്ടിയാൽ മതി. ഡീസൽ വണ്ടിയാണ്, അത്യാവശ്യം മൈലേജും ഉണ്ട്, നല്ല വണ്ടി തന്നെ കേട്ടത്. നമ്മൾ എത്ര രൂപയാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് 3.45 കൊടുക്കാം. 3.45 കൊടുക്കാം. 2013 ഇത് 3.45 ചോദ്യാട്ടാ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് ഇവരൊന്ന് അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് തരും അല്ലേ? എന്തെങ്കിലും കുറച്ച് കൊടുക്കണം കേട്ടാ. നമ്മളെ കസ്റ്റമർ വരുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും കുറച്ച് കൊടുക്കണേ. ഞാൻ പറഞ്ഞില്ല, കോഡ് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ചെറുത് 2008 മോഡലായിട്ട് കേട്ടോ, നല്ലൊരു കളറ്, 4ാമത്തെ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിക്കാണോന്ന് അറിയോ? 1 ലക്ഷത്തിന് അടുത്ത് 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വൃത്തിയുള്ള വണ്ടി. പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, അതേപോലെ 2 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം എല്ലാ ഫീച്ചറും വരുന്ന വണ്ടിയാണ്. ടയറുണ്ട് അത്യാവശ്യം, അത്യാവശ്യം ടയർ 50% ടയർ 4 വരുന്നുണ്ട്. പക്ഷെ നല്ല ക്ലീൻ വൃത്തിയുള്ള വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടത്. വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടിക്കൊക്കെ ഒന്നും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലല്ലോ? അല്ലല്ല, ഫുള്ള് ചെക്ക് ചെയ്ത് കൊണ്ടുപോട്ടാ. എത്ര രൂപ ചോദിക്കുന്നത്? ചോദിക്കുമ്പോൾ 1.10 1.10 ചോദ്യം. 1,10,000 ചോദിക്കുന്നത് പുറത്ത് പോകും. 1.10 ഇവിടെ ചോദ്യട്ടാ. അതൊക്കെ അവര് കുറച്ച് തരും. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വണ്ടികൾ നമ്മൾ പരിചയപ്പെട്ട് ഇനി ഒരുപാട് വണ്ടികൾ വരാല്ലേ ഇവിടെ? സെയിലൊക്കെ നടക്കില്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഇവിടെ ഉള്ളത് നമ്മൾക്ക് അല്ലെ? എല്ലാം കസ്റ്റമർ കൊണ്ടിട്ട് ആരും ഒന്ന് മോശം അഭിപ്രായം പറഞ്ഞില്ലല്ലോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല.